ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐക്യലോടെക്. ഇപ്പോൾ ഞാനുള്ളത് തൃശ്ശൂർ ജോയ്സ് പാലസിലാണ്. ഇവിടെ വന്നിട്ട് ഇന്ന് നമ്മൾ ഇതിനുള്ളിൽ കാണാൻ പോകുന്നത് ജോയ്സ് പാലസിനടുത്ത ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് തന്നെ ഈ പുല്ല് വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഈ ജോയ്സ് പാലസിന്റെ ഓണറിന്റെ കാർ ഇട്ടുണ്ട്. BMW കാറാണ്. അപ്പോൾ അതൊക്കെ അവിടെ സൈഡിൽ നല്ല പാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കാർ പാർക്കിങ്ങിന് അവിടെ വേറെ സ്ഥലമുണ്ട്. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നോബിൾ സോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനുള്ളിലുണ്ട്. ഇവിടെയാണ് മെയിൻ ആയിട്ടും പാർട്ടികളൊക്കെ നടത്താറ്. പിന്നെ എന്റെ പുറത്തായിട്ട് ഇങ്ങനെ വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക്സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലത്തെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇതൊക്കെ സെറ്റഡ് ആണ്. പിന്നെ ഈ ചെയറൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കാരണം പ്രോഗ്രാംസ് ഒക്കെ നടത്തുമ്പോൾ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ചെയറൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കാണുന്നതാണ് സ്റ്റേജ്. പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഫുഡ് സെർവ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത് വന്നിട്ട് ഈ സ്വീറ്റ് ഐറ്റംസ് പോലത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ ക്ലീനിങ് കുറച്ച് നേരം മുമ്പ് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ നിലമൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആയുർവേദ ഹാളാണ്. ഇതാണ് ആയുർവേദ ഹാള്. ഇതിനുള്ളിൽ AC ഒക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്ന റൂംസ് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് വന്നിട്ട് ആയുർവേദത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള റൂംസ് ഒക്കെയാണ്. എൻ്റെ സൈഡിലായിട്ടുള്ള വിൻഡോ ഒക്കെ കുറച്ച് ഓൾഡ് ഫാഷൻഡ് ആയിട്ടൊരു ആയുർവേദത്തിന്റെ ടൈപ്പ് ആക്കിയിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഡോറിന്റെ മുകളിൽ ആയുർവേദ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു റൂമിനകത്താണ് നമ്മളെ ഈ തെറാപ്പീസ്, ഓയിൽ മസാജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ സൈഡിലായിട്ട് വേറെന്തൊരു റൂമും കൂടി ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാനുള്ളത് ദർബാർ ഹാളിന്റെ ഫ്രണ്ടിലായിട്ടാണ്. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറിട്ട് വേണം അവിടേക്ക് പോകാൻ. ഇന്ന് ഞാൻ മെയിൻ ആയിട്ട് വന്നത് ഈ ദർബാർ ഹാളിലേക്കാണ്. ഇവിടെ വന്നിട്ട് ഒരു വലിയ ഫംഗ്ഷൻ മേളത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് പഞ്ചാബ്, ഗുജറാത്ത്, അതായത് നോർത്ത് ഇന്ത്യൻ സൈഡ്സ് നിന്ന് വരുന്ന ആൾക്കാരുടെ ഫെസ്റ്റിവൽസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവാറ്. പിന്നെ ഇപ്പൊ വേറൊരു ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ സോഫ പിന്നെ ചെയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ തെറാപ്പി ഒക്കെ നടക്കുന്ന ആ ആയുർവേദ ഹാളിന്റെ ഫ്രണ്ട് സൈഡിലുള്ള ഡോറൊക്കെ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് തന്നെ ഹെൽത്ത് ക്ലബ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതായത് ഈ ഹെൽത്ത് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ട് ഇതിനകത്ത് തന്നെ ജിമ്മും ഉണ്ട്. അപ്പൊ അതിനകത്തേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഹെൽത്ത് ക്ലബിനുള്ളിലേക്ക് കയറാം. ഈ ഹെൽത്ത് ക്ലബ് ഉള്ളത് 10th ഫ്ലോറാണ്. പിന്നെ ഇവിടെ ഹെൽത്ത് മാത്രമല്ല കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ബില്യാർഡ്സ് എന്ന് പറഞ്ഞൊരു ഫേമസ് ഗെയിമും ഉണ്ട്. ഇത് വന്നിട്ട് മറ്റേ ക്യാരംസ് പോലെ തന്നെയാണ്, പക്ഷെ ഒരു ബോളാണ് ഇത് സ്ട്രൈക്കർ കോയിൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ വടി കൊണ്ട് അത് ആ ഓട്ടയിലേക്ക് ഉരുട്ടിയിടണം. അതാണ് ഗെയിം. പിന്നെ ഇവിടെ ഗെയിം മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ജിമ്മാണ് മെയിനായിട്ട്. ഇവിടെ ഓരോ ഡംബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോ ഡംബിൾസിന്റെ മുകളിലും അതിന്റെ എത്ര kg ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല നമുക്ക് പറ്റാത്ത വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കിയാൽ പിന്നെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ ഇവിടെ വന്നിട്ട് ഷോൾഡർ എക്സസൈസിന് വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ട്. ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് ആക്കണം. പിന്നെ അവിടെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ ട്രെഡ്മിൽ ഉണ്ട്. ഇത് വന്നിട്ട് സിമ്പിളാണ്. ഇങ്ങനെ ഓൺ ചെയ്യുക, അതിന്റെ മുകളിൽ ഓടുക. ഇപ്പൊ പുറത്തേക്കൊക്കെ ജോഗിങ്ങിന് പോകുമ്പോൾ വെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെ ട്രെഡ്മില്ല് ചെയ്യാം. പിന്നെ അന്ന് മറ്റേ മഞ്ചിക്കുളത്ത് കണ്ട ചില സാധനങ്ങളൊക്കെ ഇവിടെയും ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് കാല് പൊക്കുന്ന ഒരു കൈകൊണ്ട് കാലിങ്ങനെ ഒരു വടി പോലത്തെ സാധനം വെച്ച് പൊക്കുന്ന ഒരു മെഷീനാണ്. ഇത് ഓൺ ചെയ്യാണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കലോറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കാണിക്കും. പിന്നെ ഇവിടെ ക്യാരംസും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ഗെയിംസും ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ പൊക്കി ടയർഡായിട്ടിരിക്കുമ്പോൾ അവിടെ വായിക്കാൻ കുറെ ബുക്സും ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ടേബിൾ ടെന്നീസ് ആണ്. ഈ ടേബിൾ ടെന്നീസ് പറഞ്ഞാൽ രണ്ടാൾക്കാരുണ്ടെങ്കിൽ സുഖമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. പക്ഷെ ഞാൻ ഇവിടെ രണ്ടാൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് ബോൾ തട്ടാൻ നോക്കി. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾ തട്ടിയപ്പോൾ സൈഡിലേക്ക് ചെരിഞ്ഞു പോയി. പിന്നെ ഇതാണ് മേലെന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ. താഴേക്കുള്ള അവിടെ ചെറിയ രീതിയിൽ ബ്ലൂ കളേഴ്സ് കാണാൻ പറ്റും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തൻ സ്റ്റാൻഡിലുള്ള ബസ്സുകളാണ്. അവിടെ പല ബസ്സുകളും പോകുന്നുണ്ട്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് വേറെ ചെറിയ വീടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ദൂരേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വലിയ ടൗണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സൈഡിൽ കൂടെ റോഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഈ ജോയ്സ് പാലസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലവും പിന്നെ ഡെക്കറേഷൻ AC സത്യത്തിൽ ഒരു പാലസ് ആണ്. പോലെ തന്നെ അവിടെ
താമസിക്കാൻ കുറേ സ്ഥലങ്ങളും പിന്നെ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ഇതിൽ ലിഫ്റ്റ് വന്നിട്ട് 9th ഫ്ലോർ വരെയാണ് ലിഫ്റ്റ് ഉള്ളത്. പിന്നെ 10th ഫ്ലോർ നമ്മുടെ ജിമ്മിലേക്ക് സ്റ്റെപ്പ് കയറിയിട്ട് തന്നെ പോകണം. ഫസ്റ്റ് തന്നെ വരും എക്സസൈസ്. പിന്നെ ഇതാണ് ജോയ്സ് പാലസിന്റെ ഒരു മോഡല്. ഇത് ഒരു ഗ്ലാസ് ടൈപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വലിയ ദീപം പോലത്തെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ദീപം എന്ന് പറഞ്ഞാൽ തിരി വളർത്തുന്ന ടൈപ്പ് ഒന്നുമല്ല. ഇവിടെ വന്നിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനുള്ളിൽ മീനുകൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. താഴത്തേല് വലിയ മീനുകൾ, മറ്റേല് ചെറുത്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് കൊട്ട ഷേപ്പിലുള്ള ഒരു ടൈപ്പ് ചെയറുകളുണ്ട്. ഇതിങ്ങനെ ചാരി ഇങ്ങനെ കിടക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ അവിടെ നടുക്കൊരു ടേബിൾ ഉണ്ട്. മെയിനായിട്ടും ഇവിടെയൊക്കെ ഉള്ളത് മീറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ആ വശം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. നേരത്തെ ഈ കൊട്ട പോലെയുള്ള ചെയറുകൾ അല്ലാണ്ട് ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പോരാതെ തന്നെ അത് ഇത്തിരി ഹൈറ്റിലാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൈഡിലായിട്ട് ഒരു സോഫ അങ്ങനത്തെ കയറിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് നടുക്കൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ റോസാപ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല മണവും അങ്ങനത്തെ കയറിലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ചേട്ടൻ്റെ പേര് പോൾ എന്നാണ്. ഈ ചേട്ടൻ നമ്മളെ സെക്യൂരിറ്റി ആയാലും പറഞ്ഞു തരും. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട് അങ്ങനത്തെ കയറിലൊക്കെ പറഞ്ഞ ചേട്ടൻ ഇതാണ്. ഈ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആണ്. ഈ ചേട്ടൻ നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഈ ചേട്ടനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.